ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് ഗൈസ്, എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് രാവിലെ ഒരു 9 മണിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടോ ഞാൻ എണീറ്റിക്കുമ്പോൾ. അപ്പോൾ രാവിലെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ കുടിക്കലുണ്ട്. എല്ലാവരും മാക്സിമം ആൾക്കാരും വണ്ണുള്ളവരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഇളം ചൂട് വെള്ളത്തിൽ നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൽ ഒരു സ്പൂണ് തേന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കഴിക്കണം കേട്ടോ. ഞാൻ കുറേ ട്രൈ ചെയ്യും, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റണില്ല. ഇനി ഇൻഷാ അല്ലാഹ് ട്രൈ ആക്കണം. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ നല്ല വെയിറ്റ് ലോസ് കുറയിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ ടീ, ഓട്സ് അങ്ങനെയൊക്കെ ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒന്നിനോട് അങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ല, മടിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും ട്രൈ ചെയ്യുമ്പോൾ എന്തൊരു സംഭവമാണെങ്കിലും ഫസ്റ്റ് മടി എന്ന് പറഞ്ഞതുണ്ടാവും. പിന്നെ എക്സസൈസ്, അത് വല്ലാത്തൊരു മടി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മടിയാണ്. നമ്മൾ വീട്ടിലത്തെ എല്ലാവരും പറയും വീട്ടിലത്തെ പണി തന്നെ എക്സസൈസ് അല്ലേന്ന്, പക്ഷെ അതല്ലാന്ന് കുറേ ആൾക്കാർ പറയും. എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിറ്റൊക്കെ കുറയും. പക്ഷേ വെയിറ്റ് നമ്മുടെ ചിലരുടെ ശരീരം എന്ന് പറഞ്ഞാൽ നല്ല തടിക്കും, പെട്ടെന്ന് തടിക്കും. ചിലരുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്ത് തിന്നാലും തടിക്കില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ശരീരമാവും. എൻ്റേതൊക്കെ വേഗം തിന്നാലും തിന്നില്ലെങ്കിലൊക്കെ തടിക്കണ ശരീരമാണ് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇതാ രാവിലെ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറമ്പിലൊന്നും ആരുമില്ല, നിങ്ങൾ നിശബ്ദമായിട്ട് ഇങ്ങനെ കിടക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഒരു ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നു കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണല്ലോ. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കും, നല്ലൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കുടിക്കാനും തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല കയ്പും ഒരുതരം പുളിയും ഒക്കെ ഉണ്ടായിട്ട് ഞാൻ കഴിക്കണോ വേണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കണം. എന്നാലും നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കിയതല്ലേ, ഇനി കഴിക്കണം. അപ്പോൾ ആ ഡ്രിങ്കൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ വയറ്റിലേക്ക് എത്തിച്ചിട്ടോ. അപ്പോൾ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഇത് ഉമ്മ നല്ല കടി ഉണ്ടാക്കണൊക്കെ തിരക്കിലാണ് കേട്ടോ. കടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നില്ല 9 മണിയായിന്ന്. അപ്പോൾ ഉമ്മ മിക്കവാറും പുറത്തത്തെ പണി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കിയ പാടെ തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാം. പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ രാവിലെയൊക്കെ കടി ഉണ്ടാക്കാൻ നിൽക്കണമല്ലോ. ഇതിപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ ഉണ്ടാക്കുക, കഴിക്കുക, നമ്മൾ ചൂട് കൊടുക്കണേ കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ് കേട്ടോ. ഞങ്ങൾ മിക്കവാറും ഇവിടെ വന്നാൽ കടി ഉണ്ടാക്കിയ അപ്പം തന്നെ കഴിക്കുക, അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് കേട്ടോ പോലെ. അപ്പോൾ ഞങ്ങൾ തന്നെ ഉമ്മാനോട് പറയല്ലോ, ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ ഉണ്ടാക്കിയാൽ മതി, അതുവരെ നിങ്ങൾ പുറത്തത്തെ തിരുമ്പൽ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് കടി ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മനോട് ഇങ്ങനെ പറയണം കുറച്ചുണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഉമ്മ ചോദിക്കുന്നുണ്ട് ഇത്ര മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതന്നെ ബാക്കിയാവും കേട്ടോ. രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാലൊന്നും കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, ഡയറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എനിക്ക് രാവിലത്തെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാം, ഉച്ചക്കത്തെ ചോറ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചിലർക്ക് അങ്ങനെ ആവും, ചോറിനോടാവും ഇഷ്ടം, ചിലവർക്ക് കടീനോടാവും ഇഷ്ടം. അപ്പോൾ എനിക്കൊക്കെ ചോറിനോടാണ് കേട്ടോ ഇഷ്ടം. നമുക്ക് ചോറ് എന്തുണ്ടെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടെങ്കിലും നമുക്ക് ചോറ് കിട്ടിയാൽ മതി, അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം നിങ്ങൾക്കൊക്കെ ഏതാ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ അനിയത്തിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ രാവിലത്തെ പരിപാടിയും ചായയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പോവാൻ.
അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ ലേറ്റായതാണ്, കാരണം എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ കൂടെ എൻ്റെ ഉപ്പ ഗൾഫിൽ പോയിട്ടുണ്ട് കേട്ടോ ഇന്നലെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു വീഡിയോ ആണെങ്കിലും കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഗൾഫിൽ പോയ ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യേണ്ടി. ഇപ്പോൾ ഷാർജയിലേക്കാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ 7 മാസമായി നാട്ടിൽ നിൽക്കണേ. അപ്പോൾ നല്ലൊരു പണി സെറ്റായപ്പോൾ പോയതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യേണ്ടി. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ നമ്മുടെ ദോശ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അലക്കിയിട്ടൊക്കെ വരുന്ന വരെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉച്ചക്കത്തെ പരിപാടിക്കൊക്കെ പോകാൻ ഇൻഷാ അല്ലാഹ്. അതിനിടയിൽ ഞാൻ മുമ്പാരത്തേക്കൊക്കെ ജസ്റ്റ് വന്ന് നോക്കിയപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ ഒരു രീതിയിലായിട്ട് കുടുംബശ്രീ സ്ത്രീകളൊക്കെ ഇങ്ങനെ പതാക ഉയർത്തുന്ന ഒരു ചടങ്ങാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്ത്. അപ്പോൾ അവരിതാ പതാക ഒക്കെ ഉയർത്തുകയാണ്. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മിഠായി വിതരണമൊക്കെ. ഞാൻ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്രഷായിട്ടൊക്കെ അനിയത്തിയുടെ വീട്ടിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ മാഷാ അല്ലാഹ് 2 വയസ്സായിട്ടോ. അധികം വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. രാവിലെ ഒരു മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം ആരും ഇല്ല കേട്ടോ. വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും അല്ല. എന്നാലും ചെറിയൊരു മാഷാ അല്ലാഹ് ചെറിയൊരു ഫങ്ഷന്. പിന്നെ നമ്മളെ വീട്ടിലത്തെ ഒരു വേണ്ടപ്പെട്ടവർ മാത്രമുള്ള ഒരു ഫങ്ഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് നടക്കേണ്ട അവരെ വീട്ടിലേക്ക്. പിന്നെ അവന് വന്നിട്ടില്ല. അവന് ഈ മാസം ലാസ്റ്റിലൊക്കെ ആകുമ്പോഴത്തേന് വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെത്തിയിട്ടില്ല. കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവൻ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവനൊക്കെ നാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അവനക്ക് ലീവ് കിട്ടിയില്ല. അപ്പോൾ ലേറ്റായതാണ്. അധികം ആരുമില്ല. അന്ന് തന്നെ പരിപാടി കഴിക്കാമെന്ന് വിചാരിച്ചു. അവൻ്റെ അളിയനും അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ അളിയനും മിഠായി കാര്യങ്ങളൊക്കെയാണ് അവരെ കൊണ്ടുപോകണത്. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു ബ്രേസ്ലൈറ്റാണ്, വെള്ളിയുടെ ഒരു ബ്രേസ്ലൈറ്റാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകണത്. അപ്പോൾ ചെറിയൊരു ഫങ്ഷൻ അത്രേ ഉള്ളൂ. നമ്മൾ വീട്ടുകാർ മാത്രമായിട്ടുള്ള ഒരു സന്തോഷം, ചെറിയൊരു സന്തോഷം പങ്കുവെക്കൽ കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി കാണാം. അൽഹംദുലില്ലാ നല്ല ഭംഗിയിൽ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കണ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി